ഈശോയിൽ സ്നേഹമുള്ളവരെ, ലേവിയുടെ കഥ നമ്മൾ വായിക്കുമ്പോൾ അത് എല്ലാ സുവിശേഷങ്ങളിലും പറയുന്ന കാര്യമാണ്, സമാന്തര സുവിശേഷങ്ങളിലെല്ലാം പറയുന്ന കാര്യമാണ്. അതായത് മത്തായി, മർക്കോസ്, ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് കേട്ടത്. ലൂക്കായുടെ സുവിശേഷം 5-28 വാക്യം, എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു, യേശുവിനെ അനുഗമിച്ചു. അതായത് ലേവി എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ 9 വാക്യത്തിലാണ്. എഴുന്നേറ്റ് അനുഗമിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഉപേക്ഷിച്ച് എന്ന് പറയുന്ന വാക്ക് അവിടെ പറയുന്നില്ല. അതുപോലെ മർക്കോസും അങ്ങനെ തന്നെയാണ്, എഴുന്നേറ്റ് അനുഗമിച്ചു. അതൊരു പ്രത്യേകതയാണ്. എങ്ങനെ അനുഗമിക്കണം എന്നത്, എന്തായാലും എഴുന്നേറ്റാലല്ലേ അനുഗമിക്കാൻ പറ്റുള്ളൂ. അത് ഒരു ശാരീരികമായ ഒരു പ്രവൃത്തി എന്ന നിലയിലും അതിന് നമ്മൾ മറ്റൊരർത്ഥം, ദൈവശാസ്ത്രപരമായിട്ടും അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. എഴുന്നേറ്റാൽ നമുക്ക് അനുഗമിക്കാൻ പറ്റും. അപ്പോൾ ഉപേക്ഷിച്ചിട്ട് അനുഗമിക്കുക. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നമ്മൾ പല ആവർത്തി വായിച്ചത്, കർത്താവേ, ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ, സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അപ്പോൾ ഈശോയുടെ കൂടെ നടക്കാനുള്ള ശ്രമമാണ് ഈ തപസ്സുകാലം. അപ്പോൾ ഈശോയുടെ കൂടെ നടക്കുമ്പോൾ നമുക്ക് ദൈവം വലിയ അനുഗ്രഹവും തരും. ഈസ്റ്റർ ഗിഫ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട്, കൃത്യമായിട്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ കർത്താവിൻ്റെ വഴിയിലൂടെ നടന്നാൽ പെട്ടെന്ന് തന്നെ വളരെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ ആ കർത്താവിൻ്റെ വഴിയിൽ നടക്കേണ്ടതിന് ഇന്നത്തെ 1 വായനയിൽ പറയുന്ന ഒരു കാര്യമാണ്. അതായത് സ്വന്തം താല്പര്യങ്ങൾ ഉപേക്ഷിക്കണം. ശാപത്തിന് ചവിട്ടി മതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നീ പിന്തിരിയുക. നിൻ്റെ ഇഷ്ടത്തിന് നടക്കാൻ പാടില്ല. നീ കർത്താവിൻ്റെ ഇഷ്ടത്തിന്, കർത്താവിൻ്റെ വഴിയിൽ നടക്കണം. കർത്താവിൻ്റെ വഴിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ലേവിയെ വിളിച്ചത്, എന്നെ അനുഗമിക്കുക. അപ്പോൾ അവൻ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് ഈശോയുടെ പിന്നാലെ പോയി. ശാപത്തിന് സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. അങ്ങനെ ചെയ്താൽ അതിനുള്ള അനുഗ്രഹം, അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. അപ്പോൾ വിദേശ യാത്രയ്ക്ക് ആഗ്രഹിച്ച് ഇരിക്കുന്നവരും ഉന്നത സ്ഥാനങ്ങളിലൂടെ സവാരി ചെയ്യിപ്പിക്കും. ഉന്നത സ്ഥാനം, ചിലപ്പോൾ ഫ്ലൈറ്റിലൂടെ യാത്ര ചെയ്യാനുള്ളൊരു കൃപ പോലും കിട്ടിയേക്കും, ചിലപ്പോൾ സ്ഥാനക്കയറ്റം ഉണ്ടായേക്കും. പക്ഷെ ഇതൊക്കെ വിടണം, നിൻ്റെ കാര്യങ്ങളൊക്കെ വിടണം. അതായത് ചിലപ്പോൾ കർത്താവിൻ്റെ വഴി എന്താ, ഇപ്പോൾ കുടുംബജീവൻ നയിക്കുന്ന ഒരാൾ വിവാഹേതര ബന്ധത്തിന് പോകാൻ പാടില്ല. എനിക്ക് തോന്നി, ഒരു പെണ്ണിനെ കണ്ടപ്പോൾ പഴയ കാമുകിയായിട്ടുള്ള ഫോൺ കോളൊക്കെ അത് തകൃതിയായിട്ട് നടക്കുമ്പോൾ തോന്നി ഒരു തെറ്റായ ബന്ധം ചെയ്യണമെന്ന് തോന്നി. അപ്പം നിൻ്റെ സ്വന്തം താല്പര്യം. കർത്താവ് എന്താ പറഞ്ഞത്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശം വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. അതല്ലേ ഈശോയെ അനുഗമിക്കുക. അപ്പം വിവാഹേതര ബന്ധം പുലർത്തുന്നവരോ മദ്യപിക്കുന്നവരോ സ്വന്തം വഴി, സ്വന്തം താല്പര്യം, തന്നിഷ്ടം. വീട്ടുകാർ ചോദിച്ചാൽ നുണയം പറയും. എന്താ അവർക്ക് സംശയം തോന്നി എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ കള്ളത്തരമല്ലാതെ വാ തുറന്ന പറയല. വ്യർത്ഥഭാഷണം, അതാണ്. അങ്ങനെ വ്യർത്ഥഭാഷണത്തിൽ ശാപത്തിനെ അത് അലങ്കോലമാക്കരുത്. അപ്പോൾ ഇതാണ് കർത്താവിൻ്റെ വഴിയിൽ നടക്കുക. അതിന് അപ്പോൾ ഈ ബൈബിളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എഴുന്നേറ്റാലല്ലേ അനുഗമിക്കാൻ പറ്റൂ എന്ന് പറയുന്നത്, അത് ബൈബിള് പരമായിട്ട് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ സ്ഥലത്ത് ഈശോ അത് ലൂക്കായുടെ സുവിശേഷത്തിലാണ് പ്രകടമായിട്ട് കാണുന്നത്. 6 അധ്യായത്തിൽ കൈശോഷിച്ചൊരുവൻ അങ്ങനെ ഒരു കൂട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈശോ അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നടുവിൽ വന്ന് നിൽക്കുക. എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഉപേക്ഷിച്ചിട്ട്, നിൻ്റെ പാപസ്ഥലമാണെങ്കിൽ പാപസ്ഥലം ഉപേക്ഷിച്ചിട്ട് നിൻ്റെ കൂടെ കൊണ്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. പഴയ കാമുകൻ, പഴയ കാമുകി, മദ്യക്കുപ്പി, ഇതൊക്കെ നിൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്നെ ഒന്ന് അനുഗമിക്കൂ. അതാണ്, നീ എഴുന്നേറ്റ് നടുവിൽ വന്ന് നിൽക്കുക. അതൊരു പ്രവൃത്തി. ആ ഒരു പ്രവൃത്തി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് നിനക്ക് അനുഗ്രഹം തരും. നിന്നെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ സവാരി ചെയ്യിപ്പിക്കും.
നീ ആഗ്രഹിക്കുന്ന വിവാഹം, നീ ആഗ്രഹിക്കുന്ന കുഞ്ഞ്, നീ ആഗ്രഹിക്കുന്ന ജോലി എല്ലാം നിനക്ക് തരും. അതാണ്, നീ കർത്താവിൻ്റെ വഴിയിലേക്ക് വരിക. കർത്താവെ, സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങനെ വഴി എന്നെ പഠിപ്പിക്കണമേ. സത്യമല്ലെന്ന് എനിക്കറിയാം, ഇത് കള്ളത്തരമാണെന്ന് ചെയ്യണം. ഭാര്യയുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ കള്ളത്തരം ചെയ്യുന്ന ഭർത്താവിന് സത്യത്തിലാണെന്ന് ഇല്ലേ, എന്തെങ്കിലും എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എത്ര നുണ പറയണം. അപ്പൊ സത്യമല്ലല്ലോ. സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങനെ വഴി എന്നെ പഠിപ്പിക്കണമേ. അപ്പൊ ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവൻ അനുഗമിച്ചു. ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവൻ അനുഗമിച്ചു. എഴുന്നേൽക്കുക. ധൂർത്തപുത്രൻ ലൂക്ക 15:18 അവൻ, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകും. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. ഇനി ലൂക്ക 15:20 അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുക്കലേക്ക് ചെന്നു. അപ്പൊ നടപടിയായി. നടപടിയാക്കുന്നതിൻ്റെ ഒരു വാക്കാണ് എഴുന്നേൽക്കുക. ഇനി സഖ്യവൂസ് ലൂക്ക 19:8 അവൻ എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയെ തിരിച്ചു കൊടുക്കുന്നു. കണ്ട, ഒരു അനുതാപത്തിൻ്റെ ഒരു പ്രവൃത്തി. അവൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. അത് പുറംപോച്ചല്ല, ഒരു ചെറിയൊരു കാലയളവിലേക്ക് മാത്രമുള്ള തീരുമാനമല്ല, എന്നേക്കുമായിട്ട് അവൻ്റെ സ്വത്ത് പോലും. അങ്ങനെ ഒരു നടപടിയാക്കുക കാര്യങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം കർത്താവിന് വേണ്ടി നടപടിയാക്കിയാൽ കർത്താവ് ഈ ഈസ്റ്ററിന് നിങ്ങളുടെ കാര്യം നടപടിയാക്കും. അതാണ്. അപ്പം ഇത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എലിയ പ്രവാചകൻ ജസബൽ രാജ്ഞിയെ ഭയന്ന് ഇങ്ങനെ ഓടി തളർന്ന് അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ, എൻ്റെ പ്രാണനെ എടുത്തോ കർത്താവേ, എനിക്കിനി മതി, ജീവിച്ച് മതി എന്ന് പോലും പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയ ഏലിയ പ്രവാചകനോട് കർത്താവിന്റെ ദൂതൻ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞ് എഴുന്നേറ്റ് ഭക്ഷിക്കുക. അത് 1 രാജാക്കന്മാർ 19:5 1 രാജാക്കന്മാർ 19:7 അത് വീണ്ടും അതിനോടൊരു കൂട്ടിച്ചേർക്കലുണ്ട്. എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ നിന്റെ യാത്ര ദുഷ്കരമായിരിക്കും. ഇതിന് നല്ലൊരു സുന്ദരമായ വ്യാഖ്യാനമുണ്ട്. എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പസാരിക്കുക എന്നർത്ഥം. എഴുന്നേൽക്കുക. ധൂർത്തപുത്രൻ എഴുന്നേറ്റം, സഖ്യവൂസ് എഴുന്നേറ്റം, കാര്യം പറഞ്ഞു. അപ്പനോട് പറഞ്ഞു, അപ്പാ തെറ്റിപ്പോയപ്പാ, ദാസനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കണമേ എന്ന് പറയുന്ന നടപടി. എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പസാരിക്കുക എന്ന ഒരു ആത്മീയ അർത്ഥം നമുക്ക് കൊടുക്കാം. കുമ്പസാരിക്കുക. അപ്പോ എലിയ പ്രവാചകനോട് പറഞ്ഞത് എഴുന്നേറ്റ് ഭക്ഷിക്കുക, കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക, അല്ലെങ്കിൽ നിന്റെ ഈ കത്തോലിക്ക വിശ്വാസ ജീവിതം വളരെ നന്നേ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ തൊടിയിച്ച് ഒരു പേരിന് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നീ കറക്റ്റായിട്ടൊരു നടപടി ചെയ്യണം. എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ നിന്റെ യാത്ര ദുഷ്കരമായിരിക്കും. അപ്പോൾ അതാണ് ഒരു കാര്യം. ഒരു കാര്യം നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ നിന്റെ യാത്ര ദുഷ്കരമായി. കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക, ഉപേക്ഷിച്ച് എഴുന്നേറ്റ് കർത്താവിനെ അനുഗമിക്കുക. അപ്പോൾ നിനക്ക് നിന്റെ ഒരു കാര്യം സംഭവം നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന ഒരു നന്മ വന്നു ചേരും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അത് ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ അടുത്ത വചനമാണ്. അടുത്ത വചനം 29-ാമത്തെ വചനം. ലേവി തൻ്റെ വീട്ടിൽ അവന് വേണ്ടി ഒരു വലിയ വിരുന്ന് നടത്തി. ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും ഒരു വലിയ ഗണം അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. അതായത് അവൻ നന്നായത് മാത്രമല്ല, കുറേ പേര് അവൻ കൂട്ടിച്ചേർത്തു. ലേവി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇവിടെ നിങ്ങൾ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ലേവി എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടിച്ചേർക്കുന്നത്, ഒന്നിച്ചു ചേർക്കുന്നത്, ആഡഡ്, ജോയിൻ ചെയ്യുക, എന്നെ കൂട്ടിച്ചേർത്ത് വെക്കുക. അതാണ്. പഴയ നിയമത്തിൽ ഈ ലേവി എന്നത് ഒരു വ്യക്തിയുടെ പേരാണ്. ആ ലേവി എന്ന ആ വ്യക്തിയിൽ നിന്നാണ് ലേവി ഗോത്രം, പുരോഹിത ഗോത്രം ഉണ്ടാകുന്നത്. യാക്കോബിന്റെ വിവാഹം. അപ്പൊ ലാബാന്റെ 2 മക്കളാണ്. ലാബാന്റെ 2 മക്കൾ അത് റാഹേലും ലേയായും. അപ്പൊ യാക്കോബ് പ്രണയിച്ചത് റാഹേലിനെയാണ്. അപ്പൊ റാഹേലിന് വേണ്ടി 7 വർഷം കഷ്ടപ്പെട്ട് പണിയെടുത്തു. പക്ഷെ അവസാനം കൊടുത്തത് ലേയായാണ്. കാരണം അത് മൂത്ത മകളാണ്. നിനക്ക് അവളെ ചേച്ചി നിൽക്കുമ്പോൾ അനിയത്തിയെ കൊടുക്കാൻ പറ്റില്ല എന്ന് അപ്പം പറയും, ലാബാൻ പറയും. അങ്ങനെ ലേയായെ കൊടുക്കും. പക്ഷെ ഇഷ്ടം റാഹേലിനോടാണല്ലോ, കാമുകി. അപ്പം അങ്ങനെ അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ലേയായ്ക്ക് തോന്നി. അത് ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 31-ാം വാക്യമാണ്. ലേയ പിന്നീട് 7 വർഷം കഴിഞ്ഞപ്പോൾ റാഹേലിന് വേണ്ടിയും പണിയെടുത്തു. അപ്പൊ റാഹേലിനും കിട്ടി 2 ഭാര്യമാരായി. ഇപ്പൊ റാഹേല് വന്ധിയായിരുന്നു. എന്നാലും ലേയ അവഗണിക്കപ്പെടുന്നതായിട്ട് ലേയക്ക് തോന്നി. അത് കർത്താവിന് തോന്നി എന്നാണ് ഇതിൽ പറയുന്നത്. ലേയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു. അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി. റാഹേലാകട്ടെ വന്ധിയായിരുന്നു. ലേയ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു.
അവൾ അവനെ റൂബൻ എന്ന് പേരിട്ടു. കാരണം കർത്താവ് എൻ്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു, ഇനി എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് അവൾ പറഞ്ഞു. അവൾ വീണ്ടും ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, ഞാൻ അവഗണിക്കപ്പെടുന്നെന്നറിഞ്ഞ കർത്താവ് എനിക്ക് ഇവനെ കൂടി നൽകിയിരിക്കുന്നു. അവൾ അവന് ശിമയോൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, ഇനി എൻ്റെ ഭർത്താവ് എന്നോട് കൂടുതൽ അടുക്കും, കൂടുതൽ അടുത്തു വരും എന്ന് പറഞ്ഞ്, കാരണം ഞാൻ അവന് 3 പുത്രന്മാരെ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അവൾ അവനെ ലേവി എന്ന് വിളിച്ചു. അപ്പൊ ലേവിയെ മകനായിട്ട് കിട്ടുമ്പോഴാണ് ഈ ലേയ പറയുന്നത്, അവൻ ഭർത്താവ് എന്നോട് കൂടുതൽ അടുക്കും. അപ്പൊ ലേവി ഗോത്രത്തിൽ നിന്നാണ് പിന്നീട് പുരോഹിതന്മാരുണ്ടാകുന്നത്. ഈ പുരോഹിതന്മാർ നമ്മൾ ദൈവത്തോട് അടുപ്പിക്കുന്ന ഇല്ല, അങ്ങനെ ഒരു ചിന്തയല്ലേ പുരോഹിതന്മാർ ദൈവത്തോട് അടുപ്പിക്കുന്നത്. നമ്മളെല്ലാവരും മാമോദീസയിലൂടെ ക്രിസ്തുവിന്റെ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യത്തിൽ പങ്കുപറ്റുന്നവരാണ്. അതായത് കോമൺ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയും, പൊതു പൗരോഹിത്യം. അപ്പൊ നമ്മളെല്ലാവരും പുരോഹിതന്മാരാണ്. ഞങ്ങൾ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചവര്, പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും പൊതു പൗരോഹിത്യം ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പുരോഹിതന്മാർ. ലേവി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കൂട്ടിച്ചേർക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ ലേവി എന്താ ചെയ്തത്? ലേവി എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് കർത്താവിനെ അനുഗമിച്ചിട്ട് ഒരു വലിയ വിരുന്ന് നടത്തി. വലിയൊരു ഗണം അവന്റെ കൂടെ ഭക്ഷണത്തിരുന്നു, ബാക്കിയുള്ളവരെല്ലാം കൂട്ടിച്ചേർത്തു. അപ്പൊ നീ രക്ഷപ്പെട്ട് കർത്താവിനെ അനുഗമിക്കുക മാത്രമല്ല, നീ നിന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അനേകരെ, നീ ഒരു തെറ്റ് കണ്ടാൽ നീ അത് തിരുത്തി അവരെ കൂട്ടിച്ചേർക്കണം. കർത്താവിലേക്ക് കുറെ മനുഷ്യരെ കൂടി കൂട്ടിച്ചേർക്കണം. അങ്ങനെ കൂടി നീ ചെയ്താൽ നീ മാത്രം രക്ഷപ്പെട്ട പോരാ, നിന്റെ കുടുംബം മുഴുവൻ രക്ഷപ്പെടണം. കുടുംബത്തെ കൂടി കർത്താവിലേക്ക് കൊണ്ടുവരണം. അവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുകയോ, മദ്യപാനിയായ ഭർത്താവിന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുകയോ, അല്ലെങ്കിൽ വഴിവിട്ട ജീവിതം നയിക്കുന്ന മക്കളെ പ്രാർത്ഥനയിൽ ചേർത്ത് പിടിച്ച് അവരെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്താൽ നിന്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം ഉണ്ടാകും. അത് ഇന്നത്തെ 1-ാം വായനയിൽ പറയുന്നത് പോലെ നിന്നെ ഉന്നത സ്ഥാനങ്ങളിലൂടെ കർത്താവ് സവാരി ചെയ്യിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ ആ തിരുവഴിയിൽ നടക്കാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ തപസ്സുകാലം ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ. നല്ലൊരു ഈസ്റ്റർ സമ്മാനം നമ്മിലേക്ക് വന്നു ചേരട്ടെ. അവസാനം ഈസ്റ്ററിന്റെ അന്ന് കുടുംബ കൂട്ടായ്മകളിലോ ഇടവക പള്ളിയിലോ വിളിച്ചു പറയണം, എനിക്കൊരു ഈസ്റ്റർ സമ്മാനം കിട്ടിയ അച്ഛാ എന്ന് വിളിച്ചു പറയണം. നിങ്ങൾ പറയാൻ തയ്യാറാണെങ്കിൽ പറയാൻ കാരണത്തിന് ഒരു സമ്മാനം നിങ്ങൾക്ക് തന്നിരിക്കും. നിങ്ങൾ പറയാം, ഞാനൊന്നും പറയില്ല, എനിക്ക് നാണക്കേട എന്ന് വിചാരിച്ച ചിലപ്പോൾ പറയാനായിട്ടുള്ളൊരു വക ദൈവം ചിലപ്പം കരുതി വെക്കണമെന്നില്ല. നിങ്ങൾ പറയാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊരു അനുഭവം തന്നിരിക്കും. നിൻ തിരുമൊഴികൾ പ്രിയനാഥ ഞാൻ കേൾക്കും, നിൻ തിരുവഴിയിൽ അനുദിനവും ഞാൻ നീങ്ങും. പാടാ മധുരിതഗാനം ഏകാ നിറദീപം പോകാ തിരുവചനത്തിൻ സാക്ഷ്യം നൽകിടാൻ. ഓരോ ശ്വാസം പോലും നാഥാ നിന്നെ മാത്രം ആരാധിച്ചിടുന്നു ഞാൻ. രാജരാജ നീശോ തിരുവോസ്തി രൂപ നീശോ. പരിശുദ്ധമ്മേ, കർത്താവിൻ്റെ വഴിയിലൂടെ തന്നെ നടക്കാൻ ഞങ്ങൾ ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് നന്നായിട്ട് കർത്താവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് കർത്താവിൻ്റെ വഴിയിൽ നടക്കാനും അതുവഴി നല്ലൊരു ഈസ്റ്റർ സമ്മാനം ഞങ്ങൾക്ക് ലഭിക്കാനും പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ.